ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യം 8:8 ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്: അവയിൽ വക്രവും വികടവുമായത് ഒന്നും ഇല്ല. നാം സമൂഹത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ നിരവധി വ്യക്തികളുടെ ജീവിതവും വാക്കുകളുമൊക്കെ തന്ത്രങ്ങളും വിളച്ചിലുകളും വേലത്തരങ്ങളും വക്രതകളും വികടമായതുമായ ഒരുപാട് വാക്കുകൾ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മൊഴികളെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ പറയുകയാണ്, യാതൊരു തലത്തിലുള്ള വക്രതയും വികടവുമില്ലാത്ത വാക്കുകളാണ് ദൈവത്തിൻ്റെയും ദൈവാത്മാവുള്ളവരുടെയും വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതെന്ന് ഓർപ്പിക്കുകയാണ്. 101 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം പറയുന്നതും, കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയവുമുള്ളവനെ ഞാൻ സഹായിക്കുക ഇല്ല. എന്തൊക്കെയാണ് അവിടെ ഓർപ്പിക്കുന്നത്? ഏഷണി പറയുന്നവൻ, ഉന്നത ഭാവമുള്ളവൻ, നിഗള ഹൃദയമുള്ളവൻ. ഇവരെ എല്ലാവരെയും ദൈവത്തിന് വെറുപ്പാണ്. ദൈവത്തിന് അവരോട് കരുണയില്ല. ദൈവം അവരെ സഹായിക്കുകയില്ല എന്ന് എടുത്ത് ഓർപ്പിക്കുകയാണ്. 18 സങ്കീർത്തനത്തിൻ്റെ 26 വാക്യത്തിലും പറയുന്നുണ്ട്, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് വക്രതയാണ്, തന്ത്രങ്ങളും വേലകളുമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവവും നമ്മോട് അതേ തലത്തിൽ തന്നെ, അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കും എന്ന് നമ്മെ ഓർപ്പിച്ചിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത്, നാം വിശ്വസ്തയോടെ നിർമ്മലതയോടെ ദൈവത്തെ സേവിക്കുന്നവരാകുന്നു എങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുമെന്നുകൂടി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ശമൂവേൽ എഴുതിയ 2 പുസ്തകം 22 അധ്യായം 26-27 വാക്യങ്ങളൊക്കെ വരുമ്പോൾ ഓർപ്പിക്കുന്നത്, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രനാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. ഇവിടെയും ദൈവം ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് വക്രതയാണ് കൈമുതലാക്കി വച്ചിരിക്കുന്നതെങ്കിൽ തന്ത്രങ്ങളിലൂടെയും ചതിയിലൂടെയും ഒക്കെ നേട്ടങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളുമൊക്കെ നേടിയെടുത്ത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിന്നോട് വക്രനാകുമെന്നും ആ തലത്തിൽ നീ നേട്ടങ്ങൾ കൊയ്തെടുത്താൽ അതിന് താൽക്കാലിക കാലഘട്ടം മാത്രമേ ഉള്ളെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ ദൈവം പറയുന്നത്, നാം ദയാലുവായിരിക്കുന്നുവെങ്കിൽ, നാം നിഷ്കളങ്കരായിരിക്കുന്നുവെങ്കിൽ, ഞാൻ നിർമ്മല ജീവിതം നടത്തുന്നവരാകുന്നുവെങ്കിൽ ദൈവം നമ്മോട് ദയാലുവും നിഷ്കളങ്കനും നിർമ്മലനുമായിരിക്കുമെന്നും ആ തലത്തിൽ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുന്നതിന് അത് കാരണമായി തീരുമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 32 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യഹോവയെ ദൈവം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറയും നേരില്ലാത്ത മക്കളുമാണ് എന്നോർപ്പിക്കുകയാണ്. നേരില്ലാത്ത വക്രത കൈമുതലാക്കി ജീവിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മുഖം അവർക്ക് മറച്ചു വയ്ക്കുമെന്നും ദൈവം അവരോട് കരുണ കാണിക്കുകയില്ലെന്നും വ്യക്തമായ തലത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വക്രതയും വികടവുമുള്ളവരായി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയല്ല, മറിച്ച്
നേരുള്ളവരായി, നീതിയുള്ളവരായി, സത്യസന്ധതയുള്ളവരായി, പരമാർത്ഥതയുള്ളവരായി നമ്മുടെ ജീവിതം കഴിക്കുവാൻ നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണയും കരുതലും സ്നേഹവും വിടുതലുകളും നന്മകളുമൊക്കെ അനുഭവിപ്പാൻ നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ അത് കാരണമായി തീരും. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വക്രതയുള്ളവരായി, ഞങ്ങൾ ദൈവിക ശിക്ഷയ്ക്ക് പാത്രമായി തീരുന്നവരായി തീരാതെ ഞങ്ങൾ നീതിയുള്ളവരായി, നേർ പറയുന്നവരായി, സത്യസന്ധതയുള്ളവരായി ദൈവത്തിനു വേണ്ടി ജീവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.